ഇങ്ങോട്ടേക്ക് രാത്രി മെഡിക്കൽ എടുത്തു അങ്ങോട്ട് ഇത്ര നേരം ഇങ്ങോട്ടാണോ അങ്ങോട്ട് വെക്കണം നേരെ നേരെ പെയിന്റ് ചെയ്തിട്ടേ ചെരുപ്പൊക്കെ എല്ലാം മാറ്റി വെച്ചു അവിടെ കിടന്നാറിഞ്ഞാ അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി. കോതമംഗലം ടൗണിൽ കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച 37 ഗ്രാം MDMA-യുമായി പെൺകുട്ടിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. സംഭവത്തിൽ ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. രാത്രി മെഡിക്കൽ എടുത്തു അങ്ങോട്ട് ഇത്ര നേരം ഇങ്ങോട്ടാണോ അങ്ങോട്ട് വെക്കണം നേരെ നേരെ നിന്റെ പേഴ്സ് വല്ല കയ്യിലുണ്ടോ? കയ്യിൽ വേലോ നിന്റെ ഒന്നുമില്ല. വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് അവർക്ക് സിന്തറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്ന ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പരിശോധന നടത്തിയതും ഒരു പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാനും പേര് ചേർന്നാണ് ഇത്തരം ഡ്രഗ്സ് വിതരണം ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഉദ്യോഗസ്ഥർ നിരവധി ദിവസങ്ങളായി നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി ഡ്രഗ്സ് സിന്തറ്റിക് ഡ്രഗ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടെന്നൊരു വിവരം നമുക്ക് ലഭിക്കുകയും നമ്മളതിനെ ഫോളോ ചെയ്യുകയും അവർ വന്ന സമയത്ത് നമുക്ക് അവരെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായിട്ടുള്ള ഒരു റിസാന ഫാത്തിമ, അതുപോലെ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഇരമല്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അനന്തു പ്രസാദ്, ഇവരെ രണ്ടുപേരെയാണ് നമ്മൾ പിടികൂടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 37.229 ഗ്രാം MDMA നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 0.5 ഗ്രാം MDMA പോലും ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണെന്നിരിക്കെയാണ് ഇത്ര വലിയ ഒരു അളവിൽ സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് സമീപകാലത്ത് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ ക്യാച്ചാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് സിന്തറ്റിക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന കണ്ണികളെ നമ്മൾ എന്ത് വില കൊടുത്തും അത് തടയാൻ ഉള്ള ഒരു പരിശ്രമമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ഉണ്ട്. കോളേജ് വിദ്യാർത്ഥികളിലാണ് ഇവര് കൂടുതലും ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പെൺകുട്ടിയും ഈ കോളേജ് കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട്
അത്തരം ഒരു വ്യാപനം കൂടുതലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പൊ അതുകൊണ്ട് ഇവരെ നമുക്ക് തടയാൻ സാധിച്ചത് കൊണ്ട് തന്നെ അതിലൊരു ചെറിയ അളവിലെങ്കിലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും നടത്തുക. ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യും. ഇവര് സമാന കേസിൽ പ്രതിയായിട്ടുള്ളവരല്ല. നമ്മുടെ കേസുകളിലൊന്നും പ്രതിയായിട്ടുള്ളവരല്ല. ഈ പെൺകുട്ടിയും അങ്ങനെ കേസുകളിൽ പ്രതിയായിട്ടുള്ളതല്ല.